ചീസിൻ്റെ പേരിലും ഓറഞ്ചിൻ്റെ പേരിലും ഭയങ്കര അടി നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? പണിപ്പുര ടാസ്കിൽ 7ന്റെ പണി കൊടുത്ത് ബിഗ് ബോസ്. എല്ലാം ചർച്ച ചെയ്യാം. ഡേ 16 രാവിലെ 11:30 മുതൽ ഉച്ചയ്ക്ക് ശേഷം 3:30 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് മസ്റ്റ് ചെയ്തിരിക്കണം. ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം. ആയി നമുക്ക് രാവിലെ എന്തൊക്കെ സംഭവവികാസങ്ങളാണ് ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് നോക്കാം. എല്ലാവരുടെയും ഗെയിം പ്ലാനൊക്കെ മാറുന്ന കാഴ്ച നമുക്ക് രാവിലെ തന്നെ കാണാനായിട്ട് സാധിച്ചു. അത് ഇന്നലെ തന്നെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു ഗുഡ് പോയിൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അനീഷ് ഇപ്പോൾ കുറച്ച് പുറകോട്ട് ഒന്ന് പോയ പോലെ തോന്നുന്നുണ്ട്. ഒന്ന് ബാക്ക് ഫോർവേഡ് നിന്ന് കളിക്കുന്നൊരു മട്ടിലായിട്ടാണ് ഇപ്പോൾ അനീഷിനെ കാണുന്നത്. എന്നാലും പുള്ളിക്കാരൻ പറയേണ്ട കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ വന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നേരത്തെ പോലെ ഒരു തവണ പറഞ്ഞ കാര്യങ്ങൾ 1000 തവണ റിപ്പീറ്റ് ചെയ്യുന്ന കാഴ്ചയൊന്നും ഇവിടെ കാണുന്നില്ല. അതിന് മാറ്റം വന്നിരിക്കുകയാണ് ചെയ്തത്. അത് ഗുഡ് പോയിൻ്റാണ് അനീഷിൻ്റെ ഭാഗത്തുനിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും അതിനൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുക, ഗുഡ് പോയിൻ്റാണ്. പിന്നെ വീട്ടിലുള്ളവർക്ക് ഇപ്പോഴും അനീഷിനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ എന്ന് പറഞ്ഞാൽ കണ്ടുകൂടാ. ഇപ്പോഴും അനീഷിനെ പോടാ എന്ന മട്ടിലാണ് എല്ലാവരും കാണുന്നതെന്നുള്ളതാണ്. പിന്നെ ഷാനവാസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഷാനവാസ് ഇപ്പോൾ നമ്മുടെ അനീഷിനെ ടാർഗറ്റ് ചെയ്താണ് മുമ്പ് കളിച്ചിരുന്നത്. അതായത് ഗെയിം പ്ലാനൊക്കെ മനസ്സിലാക്കി കളിച്ചിരുന്നത്. അപ്പോൾ അനീഷ് ഇപ്പോൾ ഗെയിം ചേഞ്ച് ചെയ്തിരുന്നല്ലോ. അതുകൊണ്ട് ഷാനവാസ് ഇവിടെ ഗെയിം ചേഞ്ച് ചെയ്ത് ഇപ്പോൾ ഷാനവാസ് നേരെ നമ്മുടെ അക്ബറിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഗെയിം പ്ലാനൊക്കെ അക്ബറിലേക്ക് തിരിച്ചിട്ടിരിക്കുകയാണ്. അക്ബറിൻ്റെ ഗെയിം എന്ന് പറയുന്നത് അക്ബർ സംസാരിക്കുന്നത് ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ് അക്ബർ സംസാരിക്കുന്നത്. അതായത് ഇപ്പോൾ ആ ഗ്രൂപ്പിൽ അക്ബറുള്ള ഗ്രൂപ്പിൽ എന്തെങ്കിലും പ്രശ്നം, അതായത് ഇപ്പോൾ അവരെ വന്നിട്ട് അതായത് അക്ബറിൻ്റെ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും വന്നിട്ട് ചീത്ത പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അക്ബർ പോയിട്ട് അതിന് വേണ്ടി റിയാക്ട് ചെയ്യും. ഇതാണ് അക്ബർ ചെയ്യുന്നത്. അക്ബർ ഇതല്ല ചെയ്യേണ്ടത്. അക്ബർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. കാരണം ഗ്രൂപ്പ് ചേർന്ന് കളിക്കരുത്. കാരണം അക്ബറിന് നല്ലൊരു ഗെയിം കളിക്കാനുള്ളൊരു ഇതുണ്ട്. പക്ഷേ അക്ബർ എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പ് ചേർന്ന് അതായത് ഗ്രൂപ്പിലുള്ള ആരാണോ അവർ ചേർന്ന് അവരെല്ലാവരും കൂടി ചേർന്ന് ഒരാളെ അറ്റാക്ക് ചെയ്യുക. അതാണ് കണ്ടുവരുന്നത്. അത് മാറ്റണം. എന്തായാലും ഈ ആഴ്ച ലാലേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചർച്ച ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എന്നാൽ നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ആര്യനും ഇതേ പ്രശ്നമുണ്ട്. ആര്യൻ ആ ഗ്രൂപ്പിലുള്ള ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്ന ടോപ്പിക്കും ബിഗ് ബോസ് വീട്ടിൽ പരക്കുന്നുണ്ട്. ഇനി രാവിലത്തെ സംഭവത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അതായത് ഇന്നലെ അനുമോള് നേരത്തെ എഴുന്നേറ്റിരുന്നല്ലോ. അതായത് 5:30 ആകുമ്പോൾ എഴുന്നേറ്റിരുന്നു. ഇന്ന് അനുമോൾ എഴുന്നേറ്റത് 9 മണിക്കാണ്. കുറേ ലേറ്റായിട്ടൊക്കെയാണ് പുള്ളിക്കാരി എഴുന്നേൽക്കുന്നത്. അപ്പോൾ അതൊക്കെ എഴുന്നേറ്റൊക്കെയാണ് കിച്ചണിൽ കയറി വന്നത്. ഇന്നലെ ആരംഭം ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ എന്തായാലും പുള്ളിക്കാരി പണിയൊക്കെ എല്ലാവരും എടുക്കുന്നുണ്ട്. എല്ലാ പണിയും എടുക്കുന്നുണ്ട്. പിന്നെ രാവിലെ തന്നെ അനുമോൾ എഴുന്നേൽക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ചായയൊക്കെ ഇട്ട് കുടിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ചായയും കോഫിയൊക്കെ ഇട്ട് കുടിക്കുന്ന കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. നമ്മുടെ അപ്പാനിയാണ് എല്ലാവർക്കും കോഫിയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ അനുമോളുടെ കോഫി ആരും എടുത്ത് മുകളിൽ കൊണ്ട് ചെന്ന് വെക്കുന്നുണ്ട്. അപ്പോൾ അത് അനുമോൾക്ക് കിട്ടാത്ത ഉയരത്തിലാണ്. അതായത് അനുമോൾ ചെറുതാണല്ലോ, പൊക്കം കുറവാണല്ലോ. ചെറുതല്ല, പൊക്കം കുറവാണല്ലോ. അപ്പോൾ അനുമോൾക്ക് കിട്ടാത്ത ഉയരത്തിലാണ് അത് കൊണ്ടുചെന്ന് വയ്ക്കുന്നത്. അപ്പോൾ അത് അനുമോൾ കാണുന്നുണ്ട്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇതെടുത്തതാ, എന്തോന്നിനാ അവിടെ കൊണ്ടുചെന്ന് വെച്ചിരിക്കുന്നത്, ഇതെന്തോന്നാ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതെന്തിനാ മുകളിൽ കൊണ്ടുചെന്ന് വെച്ചേ, ആരാ ഇത് മുകളിൽ കൊണ്ടുചെന്ന് വെച്ചേ? അപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ നെവീൻ വരുന്നുണ്ട് കേട്ടോ. നെവീൻ വരികയാണ്, ഇതെടുത്ത് കൊടുക്കാനാണ് വരുന്നത്. അപ്പോൾ അനുമോൾ, നിങ്ങളാണോ ഇതെടുത്ത് വെച്ചത് അവിടെ വെച്ചത്? അപ്പോൾ നെവീൻ, പിന്നെ ഞാനൊന്നുമല്ല എടുത്തു വെച്ചത്, ഞാൻ എടുത്തു തരാനാണ് വന്നത്. പോടി അവിടെ നിന്ന്, നിങ്ങളുടെ ഒരു ഷോ, പിന്നെ ഒരു സ്റ്റൂൾ വെച്ച് എടുക്കാൻ നോക്ക് എന്ന് ആര് പറയുന്നു? നെവീൻ പറഞ്ഞിട്ട് നേരെ ഗ്രൂപ്പിലേക്ക് പോകുന്നു. അപ്പോൾ അതിനുശേഷമാണ് പ്രശ്നങ്ങൾ, ഇവിടുന്ന് മുതലാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. അനുമോളെ, നീ കൂടുതൽ കളിക്കൊന്നും വേണ്ട, മര്യാദയ്ക്ക് സംസാരിക്കണം. അപ്പോൾ ആര്യൻ, അനു നീ ഇങ്ങനെ സംസാരിക്കരുത്, കോഫി എല്ലാവർക്കും ഉള്ളതാണ്, നീ എന്താ എണീറ്റ് വരാഞ്ഞത്? അപ്പോൾ ജിസേൽ, അവൾ നേരത്തെ എഴുന്നേറ്റ് ഒന്നും വന്നിട്ടില്ല, വലിയ വർത്തമാനമൊന്നും പറയണ്ട എന്നാണ് ജിസേൽ പറയുന്നത്. ഈ കോഫി ഇവിടെ വെക്കും. അപ്പം അപ്പാനി, ഈ കോഫി ഇവിടെ വെക്കും, ആരും എടുത്തു പോകരുത് കേട്ടോ എന്നാണ് അപ്പാനി പറയുന്നത്. എന്നിട്ട് അപ്പാനി അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അക്ബർ, ശരത്തെ, കോഫിയുടെ പേരിലല്ല ഇവിടെ പ്രശ്നം, അവളുടെ ഭാഷയാണ് പ്രശ്നം.
അതും വളരെ മോശമാണെന്നാണ് പറയുന്നത്. അപ്പോൾ അനു, എനിക്കിങ്ങനെ സംസാരിക്കാനേ പറ്റൂ, എന്ത് ഞാൻ ഇങ്ങനെ സംസാരിക്കൂ? ഓ പിന്നെ ഞാൻ എല്ലാവരെയും സോപ്പിട്ട് നിൽക്കണമായിരിക്കും അല്ലേ? എനിക്ക് ഇത്ര മര്യാദയേ ഉള്ളൂ എന്നാണ് നമ്മുടെ അനുമോൾ പറയുന്നത്. അപ്പോൾ അബി, നീ മര്യാദയ്ക്ക് സംസാരിക്കുക, നിൻ്റെ സംസാരമാണ് പ്രശ്നം, നിൻ്റെ സംസാര രീതിയാണ് പ്രശ്നം എന്നാണ് അബി പറയുന്നത്. മര്യാദയ്ക്ക് സംസാരിക്കുക കേട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ അനീഷ്, അനുമോളെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എന്തിനാണ് ആ കോഫി മുകളിൽ കൊണ്ട് ചെന്ന് വെച്ചത്? അപ്പോൾ നെവി, നീ പോടാ, ഇറങ്ങി അയ്യോ കക്കൂസ് ടീം, നീ ഒന്ന് പോടാ എന്ന് അവിടെ നെവിൻ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അനീഷ്, അനുവിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയൊന്നും പറയരുത്, അതായത് അങ്ങനെയൊന്നും ചെയ്യരുത്, അനു കിച്ചണിൽ ആണ് നിൽക്കുന്നത്, അവിടെ തന്നെയാണ് അനു നിൽക്കേണ്ടതെന്നാണ് അനീഷ് പറയുന്നത്. അപ്പോൾ അനുമോൾക്ക് പൊക്കം കുറവായതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് മുകളിൽ കൊണ്ട് ചെന്ന് വെച്ചത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ അബി, നീ മിണ്ടാതിരിക്കുക, നിനക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ, അവളോട് ഷൗട്ട് ചെയ്യരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ജിസയിൽ, നിങ്ങൾ ലേറ്റായി എഴുന്നേറ്റ് വന്നിട്ട് വെറുതെ സ്പോക്കൺ ഇംഗ്ലീഷൊന്നും ചെയ്യരുത് കേട്ടോ, ഞാനാണ് എല്ലാവർക്കും ചായ ഇട്ട് കൊടുത്തത് എന്ന് ജിസയിൽ പറയുന്നു. അപ്പോൾ അനീഷ്, ആ കുട്ടി പൊക്കം കുറവാണ്. അപ്പോൾ നെവിൻ, നീ പോടാ, ഓ വന്നേക്കുന്നു വലിയ ഇത്. അതിനുശേഷം അപ്പാനി, അടുത്ത പ്രശ്നം കേട്ടോ, അടുത്ത പ്രശ്നത്തിലേക്കാണ് വരുന്നത്. 17 ഓറഞ്ച് ഓരോരുത്തർക്കും ഓരോന്ന് വീതം കൊടുത്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരെണ്ണം ഇവർ മാറ്റി വെച്ചിരുന്നു കേട്ടോ, ജ്യൂസ് അടിക്കാൻ വേണ്ടി ഇവർ മാറ്റി വെച്ചിരുന്നു. ഇപ്പോൾ അതിൽ 7 മാത്രമാണ് കാണാനുള്ളത്. ബാക്കി 7 എവിടെ പോയെന്ന് നമ്മുടെ അപ്പാനി ചോദിക്കുന്നു. അപ്പോൾ അനീഷ്, ഓറഞ്ച് എവിടെ പോയി? അപ്പോൾ ഷാനവാസ്, ഓറഞ്ച് മാത്രമല്ല, ചീസ്, ബട്ടർ, അച്ചാർ ഇതൊക്കെ എവിടെ പോയി? ഈ ആരിനും റെനയൊക്കെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്, ഫ്രിഡ്ജിനകത്ത് കയറ്റി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ അനീഷ്, നീ വലിയ പുണ്യാളെന്നൊന്നും ആകേണ്ട ഷാനവാസേ, ഓറഞ്ച് നീയും കഴിച്ചില്ലേ? അപ്പോൾ ഷാനവാസ്, ഞാൻ കഴിച്ചു, പക്ഷേ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മുറിച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവള് ബട്ടർ, ചീസ് എടുത്ത് ഫ്രിഡ്ജിനകത്ത് ഒളിപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ റെന, ഒരു പീസാണ് എടുത്തത് ചേട്ടാ, ഒരു പീസ് എടുത്ത് അത് ഞാൻ ചപ്പാത്തിയിൽ വെച്ചിട്ട് തക്കാളി വെച്ച് ഓവൻ വെച്ച് ചൂടാക്കി 7-8 പേർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. പിന്നെ പ്രശ്നങ്ങൾ ആളിവത്താണ് ചെയ്യുന്നത്. അക്ബർ, നീ ഒളിപ്പിച്ച് വെച്ചല്ലേ കഴിച്ചത് ഷാനവാസെ, എന്നിട്ട് നിൻ്റെ ഒരു ഇരട്ടത്താപ്പ് എന്നാണ് പറയുന്നത് ഷാനവാസിനോട്. ഇവിടെ നിന്ന് പ്രശ്നങ്ങൾ ആളി കത്താൻ തുടങ്ങി പിന്നീട് അങ്ങോട്ട്. അപ്പോൾ ഷാനവാസ്, ഞാൻ ഒളിപ്പിച്ച് വെച്ച് കഴിച്ചിട്ടില്ല അക്ബറെ. അനീഷ്, മറ്റുള്ളവരെ ഫുഡ് മോഷ്ടിച്ച് അത് മുതൽ എല്ലാവർക്കും കൊടുത്ത് തെറ്റാണ് ഷാനവാസെ എന്നാണ് പറയുന്നത്. അപ്പോൾ അക്ബർ, മോഷണം എന്നൊന്നും പറയണ്ട, പിന്നെ എല്ലാം മോഷണമായിരിക്കും. അപ്പോൾ ഷാനവാസ്, കിച്ചണിൽ വെച്ചാണ് ഞാൻ കഴിച്ചത്, ബട്ടർ ഇവിടെ വയ്ക്കാൻ ഒരു ട്രേ ഉണ്ട്, അതിലാക്കി ഫ്രിഡ്ജിലാണ് വെക്കേണ്ടതെന്നാണ് പറയുന്നത്. അങ്ങനെ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര വഴക്ക് മുറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതിനകത്ത് നെവിനെ പറ്റിയുള്ള സംസാരമാണ് പിന്നീട് നടക്കുന്നത്. നമ്മുടെ നെവിനെ പറ്റിയുള്ള സംസാരമാണ്. നെവിനെ പറ്റി എന്താ സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് വരകുന്ന സംസാരമാണ് നടക്കുന്നത്. ആര്? അപ്പാനി, ബിന്നി, സരിക, അക്ബർ ഇവർക്കിടയിലാണ് സംസാരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ സരിക പറയാണ്, ആദില നൂറയുടെ ഇടയിൽ പോയി കിടന്ന് അവർ വിലക്കി, അവരുടെ ഇടയിൽ കിടക്കരുതെന്ന് പറഞ്ഞ് അവർ വിലക്കി. അപ്പോൾ ബിന്നി, എൻ്റെയും ശാരിക ചേച്ചിയുടെയും ഇടയിൽ വന്ന് കിടന്നപ്പോൾ എനിക്ക് കംഫർട്ടബിൾ, ഇപ്പോൾ ആണായാലും പെണ്ണായാലും ഞാൻ പറയും എണീറ്റ് പോടാ എന്ന്, അത് ഞാൻ പറഞ്ഞു എന്നാണ് ബിന്നി പറയുന്നത്. പിന്നീട് അപ്പാനിയെ ബിഗ് ബോസ് കൺസെഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പാനി പറയാണ്, എനിക്ക് ഭാര്യ മക്കളൊക്കെ ആയിട്ട് സംസാരിക്കണമെന്നാണ് ബിഗ് ബോസിനോട് പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, അവരൊക്കെ ഓക്കെയാണ്, സമാധാനമായി പോയി കളിക്കൂ ശരത്തെ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശരത്തിനെ സമാധാനിപ്പിച്ച് തിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇവർ അതായത് ഗ്രൂപ്പ് ചേർന്ന് കളിക്കുന്നു. അതായത് ഒരു ഗ്രൂപ്പ് ഇപ്പോൾ നന്നായിട്ട് കളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഗ്രൂപ്പ് അതിനേക്കാൾ ഇരട്ടിയായിട്ട് കളിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ഗ്രൂപ്പ് ഇവിടെ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണോ കളിക്കുന്നത് അതിനൊക്കെ ഇരട്ടിയായിട്ട് മറ്റേ ഗ്രൂപ്പ് സ്കോർ ചെയ്യാൻ നോക്കും. അതായത് ഒരു മാച്ചില്ലേ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും മാച്ച് നടക്കുകയാണെങ്കിൽ, ഓട്ട മത്സരം മാച്ച് നടക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെക്കായി മുമ്പ് എത്താൻ നോക്കില്ലേ, അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണോ കളിക്കുന്നത് അതിന് ഇരട്ടിയായിട്ട് മറ്റേ ഗ്രൂപ്പ് ചെയ്യാൻ നോക്കും. അതാണ് ഇവിടെ കണ്ടുവരുന്നത്. അതിനുശേഷം ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിൽ വിളിക്കുന്നു. പിന്നീടാണ് പണിപ്പുര ടാസ്കും കാര്യങ്ങളൊക്കെ വരുന്നത്. ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിക്കുന്നു. വലിയ ഫ്ലെക്സ് ബോർഡ് സ്റ്റോർ റൂമിനകത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: 3000 പോയിൻ്റ്, 20 സെക്കൻഡ്, 10 എൻട്രി എന്നാണ് പറയുന്നത്. അത് പെർഫെക്റ്റ് പ്ലാനാണ്. അടുത്തത് 2000 പോയിൻ്റ്, 10 സെക്കൻഡ്, 5 എൻട്രി, ഡിഫറെൻറ്റ് പ്ലാനാണ് എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് പ്ലാനാണെന്നാണ് പറയുന്നത്. പിന്നെ 1000 പോയിൻ്റ്, 5 സെക്കൻഡ്, ഒരാൾക്ക് 1 എൻട്രി, നോൺ അഡ്വാൻസ് പ്ലാനാണെന്നാണ് പറയുന്നത്. ഇത് പണിപ്പുര പോകാനുള്ള പാക്കേജാണ് ഇവർക്ക് വന്നിരിക്കുന്നത്. ഈ ആഴ്ച ഒരു പ്രാവശ്യം മാത്രമേ പണിപ്പുര തുറക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും നമ്മൾ പ്രമോല് കണ്ട പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് നോക്കിയിരിക്കുന്ന ഭാഗമാണ്. വ്യാഴാഴ്ച വൈകുന്നേരം വരെ ടൈമർ ഉണ്ടാവും. അത് ലോക്ക് ചെയ്തിരിക്കും, പൂട്ടിയിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. പണിപ്പുരയിൽ പൂട്ട് വീണിരിക്കുകയാണ്. ഇനി വ്യാഴാഴ്ച വൈകുന്നേരമാണ് തുറക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പോയി സാധനങ്ങൾ എടുക്കാം. പക്ഷേ ഈ ആഴ്ച 5 ടാസ്കുകളാണ് പണിപ്പുരയിൽ പോകാൻ കിട്ടുക. 5 ടാസ്കുകളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെല്ലാം കൂടി 3000 പോയിൻ്റാണ് ഉള്ളത് തരിക എന്നാണ് പറയുന്നത്. 5 ടാസ്കുകൾ, അതായത് 5 ടാസ്ക് കളിക്കണമെന്നാണ് പറയുന്നത്. സൂപ്പർ പെർഫോമൻസ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന പെർഫെക്റ്റ് പ്ലാൻ കിട്ടും. അതായത് 5 ടാസ്കും നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ 3000 പോയിൻ്റ് കിട്ടുമല്ലോ. അപ്പോൾ അത് പെർഫെക്റ്റ് പ്ലാനായിട്ട് കിട്ടും എന്നാണ് പറയുന്നത്. ഇനി 20 സെക്കൻഡ് ടൈമാണ് ഉണ്ടാകുക. 10 പേർക്ക് കയറാം എന്നും പറയുന്നു. അങ്ങനെ 3000 പോയിൻ്റ് നിങ്ങളുടെ കയ്യിലുണ്ടാകും. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന 3000 പോയിൻ്റ് കളക്ട് ചെയ്യാൻ പറ്റിയില്ലേ, പകരം 2000 പോയിൻ്റ് കളക്ട് ചെയ്യാൻ പറ്റിയുള്ളൂ എങ്കിൽ 10 സെക്കൻഡാണ് കിട്ടുക. അത് 5 പേർക്ക് മാത്രമേ കയറാൻ പറ്റുകയുള്ളൂ എന്നും പറയുന്നു. ഇനി 1000 പോയിൻ്റ് ആണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ 5 സെക്കൻഡാണ് കിട്ടുക. അത് ഒരാൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. 1000-ന് താഴെയാണെങ്കിൽ കയറാൻ പറ്റില്ല എന്നും ഈ റൂളിൽ പറയുന്നുണ്ട്. ഈ ആഴ്ച ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആഴ്ച ഉടുക്കാനൊന്നുമില്ല, കഴിക്കാനൊന്നുമില്ല, ആകെ റേഷൻ വെച്ച് തള്ളിക്കൊണ്ടുപോകേണ്ട ഒരവസ്ഥ. മിക്കവാറും എല്ലാവരും മെഡിക്കൽ റൂമിൽ കയറും എന്നുള്ളത് കൺഫേം ആണ്. കാരണം എല്ലാവർക്കും മെഡിക്കൽ റൂമിൽ കയറേണ്ടി വരും. കാരണം അതായത് ആകെ കുറച്ച് റേഷനാണല്ലോ ഉള്ളത്. ആ റേഷൻ വെച്ചിട്ട് ഈ വ്യാഴാഴ്ച വൈകുന്നേരം വരെ അങ്ങനെ തള്ളി നീക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റേഷൻ വെച്ചിട്ട് ഇപ്പോൾ നമ്മുടെ നെവിൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ട് മോഷ്ടിച്ചുകൊണ്ട് എടുത്ത് കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ ഇവർക്കൊന്നും കഴിക്കാൻ കിട്ടില്ല, ഉടുക്കാനും ഇല്ല, കഴിക്കാനും ഇല്ല. അങ്ങനെ അതാണ് പറഞ്ഞത്, മെഡിക്കൽ റൂമിൽ കയറേണ്ട അവസ്ഥ എന്തായാലും ഉണ്ടാകും. ശരിക്കും അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഇവരിട്ട് ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ട്. ഇനി അതൊന്നുകൂടി വിവരിക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ എല്ലാവരും പോയി നോക്കുകയാണ്. അതായത് ഇപ്പോൾ ബിഗ് ബോസ് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പോയി നോക്കുകയാണ്. നമ്മുടെ പണിപ്പുര ലോക്കാണെന്ന് എല്ലാവരും പോയി നോക്കുന്നു. അത് പൂട്ടിയിരിക്കുകയാണ്, ലോക്ക് ചെയ്തിട്ടുണ്ട്. 72 മണിക്കൂറാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ 3 ദിവസവും 6 മണിക്കൂറാണ് വരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ഈവനിങ് ആകുമ്പോൾ ലോക്ക് ഓപ്പൺ ആകും എന്നാണ് പറയുന്നത്. നമുക്കാണ് വെള്ളിയാഴ്ച കേട്ടോ, അവർക്ക് വ്യാഴാഴ്ച അത് ഓപ്പൺ ആകുമ്പോൾ നമുക്കത് ലൈവിൽ കാണാൻ സാധിക്കുക വെള്ളിയാഴ്ച ആയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നിരിക്കുന്നത്. ഇനി അടുത്ത പ്രമോ വരും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം, പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ and see you.